എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് കക്കടി കുക്കുംബർ കൊണ്ടൊരു ഡിഷ് തയ്യാറാക്കാം. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വെള്ളരിക്കയുടെ അകത്തെ ഭാഗം ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റി അതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പ്ലേറ്റിലോട്ട് ഈ പാത്രത്തിലോട്ട് ഇടുവാണ്. ഇനി ഒരു കുഞ്ഞ് ടൊമാറ്റോ അരിഞ്ഞത് അതിൽ കൊണ്ടിടുവാണ്. ഇനി ഒരു സവാള അരിഞ്ഞത്, ഇനി കുറച്ച് കോണാണ് കുറച്ചിടാം. ഇനി മല്ലിയില, ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്. ഒരു കാര്യം മറന്ന് എടുത്തിട്ട് തരാം, കുരുമുളക് പൊടി എടുക്കാൻ മറന്നുപോയി. ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അര സ്പൂൺ ചാട്ട് മസാല, ടൊമാറ്റോ, സവാള, മല്ലിയില, ക്യാപ്സിക്കം, കോണ്, കുരുമുളക് പൊടി, ചാട്ട് മസാല. ഇനി ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞതാണ്, അതിൻ്റെ ജ്യൂസ് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത് ഓപ്ഷനിലാണ്. ക്യാപ്സിക്കം ഇട്ടിരിക്കുന്നത് കൊണ്ട് എരിവ് ആവശ്യത്തിനുണ്ട്, കുറച്ചിട്ടാൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തു. കൊണ്ടുവന്ന് നോക്കാം. ഒരു മിനിറ്റിന് ഇപ്പോൾ വരാം. ഇനി നമുക്ക് ഈ മിക്സ് ഇതിന് നടുവിലോട്ട് വെച്ചോളൂ. ശരിക്കും കുറച്ചുകൂടെ വലിയ വെള്ളരിക്ക വേണമായിരുന്നു, പക്ഷേ ഇവിടെ ഇങ്ങനെ കിട്ടുള്ളൂ. ഇത്രയും പോലും വലുത് കിട്ടാറില്ല. പിന്നെ ഞാൻ ഒരുപാട് തിരഞ്ഞെടുത്തിട്ടാണ് ഇത്രയും വലുത് കിട്ടിയത്. അല്ലെങ്കിൽ തീരെ കുഞ്ഞേ കിട്ടാറുള്ളൂ. ഇങ്ങനെ ഇതിന് ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് സേവ് ഇതിൻ്റെ മേളിൽ കൂടെ ഇളകി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കുംബർ കൊണ്ടുള്ള ഡിഷ്. ഇത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. അപ്പം ഈവനിങ് സ്നാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പം എപ്പോഴും പറയണത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത ആഴ്ച നല്ലൊരു ഡിഷായിട്ട് വരുന്നതായിരിക്കും.